ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സോയാബീൻസും മുട്ടയും ചേർത്ത് തോരൻ എങ്ങനെ വയ്ക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു സബോള എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, ഒരു തക്കാളി എന്നിവ എടുത്തിട്ടുണ്ട്. സോയാബീൻസ് എടുത്ത് ആവശ്യത്തിന് വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച ശേഷം അതിലേക്കിട്ട് നന്നായി ഇളക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അത് റെഡി ആകുമ്പോഴേക്കും മുട്ട 4 എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുള്ളിൽ സോയാബീൻസ് എല്ലാം തന്നെ കുതിർന്ന് വരും. സബോളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ചേർത്ത് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. കടുകെല്ലാം തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞ് വെച്ച് സബോള ഇട്ട് കൊടുക്കാം. സബോള നല്ലോണം വഴറ്റണം. നന്നായി വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം കൂടെ വഴറ്റാം. അത് കഴിഞ്ഞ് വഴണ്ട് കിട്ടുമ്പോൾ തക്കാളി ചേർത്ത് കുറേ നേരം വഴറ്റണം. തക്കാളിയും വഴണ്ട് നന്നായി കിട്ടിയിട്ടുണ്ട്. തക്കാളിയെല്ലാം നന്നായി റെഡിയായ ശേഷം അതിലേക്ക് പൊടികൾ ചേർത്തത്. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. മുളക് പൊടി 2 സ്പൂണ്, മല്ലിപ്പൊടി 3 സ്പൂണ്, പിന്നെ ഗരം മസാലയാണ് 2 സ്പൂണ് ചേർത്തിട്ടുണ്ട്. അതെല്ലാം കുറച്ച് നേരം കരിയാതെ ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മൾക്ക് സോയാബീൻസ് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് വാരി ഇട്ട് കൊടുക്കാം. അതിട്ട് നന്നായി മിക്സ് ചെയ്യണം. കുറച്ച് നേരം നന്നായി മസാലയെല്ലാം മിക്സ് ചെയ്ത് അതിൽ സെറ്റായി എന്ന് തോന്നുന്ന വരെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഉപ്പൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കണം. അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് വെന്ത് കിട്ടിയ ശേഷം അതിൻ്റെ സെൻറ്ററിൽ തന്നെ ഞാനൊരു കുഴി പോലെ ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മുട്ട പൊട്ടിച്ചാണ് ഒഴിക്കണത്. മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് എല്ലാം കൂടി ഇളക്കി കരിയാതെ തന്നെ കുറച്ച് നേരം വേവിച്ചെടുക്കാം. റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും മല്ലിത്തലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സോയാബീൻസും മുട്ടയും തോരൻ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണേ.